तुम लोग को दम नहीं है क्या? जब नहीं आ सकता रस्सी के अंदर उधर मुकर बैठ जाएगा आप पे। बाहर धक्का मत मार। കന്യാസ്ത്രീകൾ പുറത്തെത്തിയിരിക്കുകയാണ്. നേതാക്കന്മാർക്ക് അടക്കം അവർക്കൊപ്പമുണ്ട്, ബന്ധുക്കളുണ്ട്. 9 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പോരാട്ടത്തിനൊടുവിൽ, നിയമ പോരാട്ടങ്ങൾക്ക് ശേഷം മലയാളി കന്യാസ്ത്രീകൾ ജയിലിന് പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇത്രയധികം ദുരിതം അനുഭവിച്ച് വലിയ പോരാട്ടം തന്നെ ഈ കന്യാസ്ത്രീകളുടെ മോചനത്തിനായി നടന്നു. ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം അങ്ങനെ ജയിൽ മോചനം സാധ്യമായിരിക്കുകയാണ്. അതിൽ അവിടെ ആർപ്പുവിളികൾ കേൾക്കുന്നുണ്ടായിരുന്നു. അത് ആരായിരുന്നു? ഇതാ പുറത്തേക്ക് വരികയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. സന്തോഷകരമായ കാഴ്ച. മനു ബാലകൃഷ്ണൻ, ഈ ദൃശ്യങ്ങളിലേക്ക് വന്നാൽ ഈ സന്തോഷം നൽകുന്ന കാഴ്ച. റോജി, ഇപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ നിങ്ങളെയൊക്കെ അധ്വാനം ഫലം കണ്ടു എന്നുള്ളതാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. നമുക്ക് അവർ എത്രയും വേഗം പുറത്തിറങ്ങാന്നാണ് നമ്മൾ ആഗ്രഹിച്ചത്. അത് സാധ്യമായതിൽ വളരെയേറെ സന്തോഷമുണ്ട്. പെട്ടെന്ന് മെയിൽ വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ, മെയിൽ വഴി തന്നെ നമ്മൾ അതിന്റെ ബാക്കി നടപടിക്രമങ്ങളാക്കി നമുക്ക് അത് എത്രയും വേഗം പുറത്തിറങ്ങാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഇവർ ജയിലിൽ കിടക്കാൻ പാടില്ലാത്തവരാണ്. ഇപ്പോൾ 9 ദിവസമായി. ഇനി ഒരു നിമിഷം പോലും ഇത് വൈകരുത് എന്നുള്ള ആഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആ രീതിയിൽ തന്നെയാണ് നമ്മൾ അതിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. കന്യാസ്ത്രീകൾ പോകാനായി വാഹനത്തിൽ കയറുകയാണെന്ന് മനസ്സിലാക്കുന്നു. ഇത് വലിയ നിയമ പോരാട്ടത്തിനൊടുവിൽ ഉണ്ടായ വിജയമാണെന്നാണ് നേതാക്കളടക്കം പ്രതികരിക്കുന്നത്. ജയിലിന് പുറത്ത് കന്യാസ്ത്രീകളുടെ തന്നെ പ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും മാധ്യമങ്ങളുമെല്ലാം തടിച്ചുകൂടിയ കാഴ്ചയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ദിവസങ്ങൾ നീണ്ടുനിന്ന പോരാട്ടങ്ങളും പ്രതിഷേധങ്ങളും ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടു. മലയാളി കന്യാസ്ത്രീകൾ അങ്ങനെ 9 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം, ഇത്രയധികം നിയമ പോരാട്ടത്തിന് ശേഷം ജയിൽ മോചിതരായിരിക്കുകയാണ്. വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾ, പരസ്പര ആരോപണ പ്രത്യാരോപണങ്ങൾ അടക്കം കേരളം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ദിവസങ്ങളോളം ഈ ഒരു വാർത്തയെ നോക്കിക്കാണുകയായിരുന്നു. ഇവരുടെ ജയിൽ മോചനം എന്ന് സംഭവിക്കുമെന്ന് ഓരോ ദിവസവും ഇവരുടെ കുടുംബാംഗങ്ങളടക്കം തങ്ങളുടെ മക്കൾ പുറത്തെത്തുന്നതും കാത്തിരിക്കുകയായിരുന്നു. ഒടുവിൽ കന്യാസ്ത്രീകൾ ജയിൽ മോചിതരായി. വണ്ടി വരും. അതിൽ പ്രതികരണങ്ങൾ പുതിയതായി വരുന്നുണ്ടോ? കന്യാസ്ത്രീകൾ ഇപ്പോൾ എവിടെയാണ്? അവർ പോയോ? ജാമ്യം ലഭിച്ചതിനു പിന്നാലെ തന്നെ കന്യാസ്ത്രീകൾ ജയിൽ മോചിതരായി. 9 ദിവസത്തോളം നീണ്ടുനിന്ന നിയമ പോരാട്ടങ്ങൾ, മനുഷ്യക്കടത്ത് ആരോപിച്ച് 2 കന്യാസ്ത്രീകളെ, മലയാളി കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിലെ ദുർഗ് ജയിലിൽ അടച്ചതിന്റെ 9ാമത്തെ ദിവസം അവർ പുറത്തിറങ്ങിയ കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കളടക്കം ജയിലിന് മുന്നിലെത്തി അവരെ സ്വീകരിക്കുകയായിരുന്നു. അവരുടെ കുടുംബാംഗങ്ങൾ ഛത്തീസ്ഗഡിൽ ദിവസങ്ങളോളം തുടരുകയായിരുന്നു. ഏറെ വൈകാരികമായാണ് ഇത്ര ദിവസത്തോളം അവരുടെ ബന്ധുക്കളെല്ലാം പ്രതികരിച്ചത്. ശ്യാം ദേവരാജ് ചേരുകയാണ്. ശ്യാം, നമുക്കറിയാം ജാമ്യ ഉപാധികളിൽ തന്നെ കർശന ഉപാധി ഉണ്ടായിരുന്നു. മാധ്യമങ്ങളോട് പ്രതികരിക്കരുതെന്ന്, അതവർക്ക് പാലിക്കേണ്ടി വന്നു. മാധ്യമങ്ങളോടൊന്നും അവർ പ്രതികരിച്ചില്ല. മറ്റ് കർശന ഉപാധികളും ഉണ്ടായിരുന്നു, നമുക്കറിയാം. എന്തായാലും രാഷ്ട്രീയ നേതാക്കളടക്കം ഇത് വലിയൊരു നിയമ പോരാട്ടത്തിന്റെ വിജയമാണെന്ന് പ്രതികരിക്കുകയാണ് ഈ നിമിഷത്തിൽ. അങ്ങനെ തന്നെയാണ്. ഇതിൽ കോടതി പറയുന്ന ഈ ജാമ്യ ഉത്തരവ് പുറത്തു വരുമ്പോൾ ആ ജാമ്യ ഉത്തരവിൽ പറയുന്ന കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമുണ്ട് റോഷ്നി. കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ എന്ന സംശയം കൊണ്ടാണ് കേസെടുത്തതെന്നാണ്. സാധാരണഗതിയിൽ ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു അന്വേഷണ ഏജൻസിക്ക്, പോലീസിന് കേസെടുക്കാൻ കഴിയില്ല. പ്രഥമ ദൃഷ്ട്യാ ഒരു കുറ്റകൃത്യം ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാലാണ്
കേസെടുക്കാൻ കഴിയുക. പക്ഷേ ഇവിടെ ബജ്രംഗ് ദളിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത് എന്ന് കോടതി നിരീക്ഷിക്കുകയാണ്. ഈ NIA കോടതി നിരീക്ഷിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഇതിൽ ജാമ്യം കൊടുക്കേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന കാര്യവും കൂടി കോടതി വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല മറ്റ് നിരീക്ഷണങ്ങൾ കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കന്യാസ്ത്രീകൾക്ക് മുൻകാല കുറ്റകൃത്യ പശ്ചാത്തലമില്ല. അവർ ഹാബിച്വൽ ഒഫൻഡേഴ്സ് അല്ല, ക്രിമിനൽ പശ്ചാത്തലമുള്ളവരല്ല കന്യാസ്ത്രീകളെന്ന് കോടതി തന്നെ ഈ ഉത്തരവിൽ നിരീക്ഷിക്കുന്നുണ്ട്. മതപരിവർത്തനത്തിനോ മനുഷ്യക്കടത്തിനോ അല്ല ഈ യുവതികൾ കന്യാസ്ത്രീകൾക്കൊപ്പം പോയത് എന്ന് കോടതി നിരീക്ഷിക്കുന്നുണ്ട്. ഇക്കാര്യം യുവതികളുടെ മാതാപിതാക്കളുടെ സത്യവാങ്മൂലത്തിൽ തന്നെ വ്യക്തമാണ് എന്ന് കോടതി നിരീക്ഷിക്കുന്നുണ്ട്. കന്യാസ്ത്രീകൾക്കൊപ്പം പോയ 2 പേർ കുട്ടിക്കാലം മുതൽ ക്രിസ്തുമത വിശ്വാസികളാണ് എന്ന കാര്യം ഈ സത്യവാങ്മൂലത്തിൽ തന്നെ കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കോടതി ഈ കേസ് മുഴുവനായി നിലനിൽക്കുമോ എന്നൊരു കാര്യത്തിലേക്ക് ഈ ഘട്ടത്തിൽ കടന്നിട്ടില്ല. ഒരു ജാമ്യാപേക്ഷയിൽ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് കടക്കേണ്ടുന്ന സാഹചര്യവുമില്ല. പക്ഷേ കോടതി ഈ കേസിന്റെ നിലനിൽപ്പിനെ ഒരുപക്ഷെ നമ്മൾ സസൂക്ഷ്മമായി ഈ കോടതിയുടെ ഉത്തരവിനെ, ജാമ്യം നൽകിയ ഉത്തരവിനെ സൂക്ഷ്മമായി വിലയിരുത്തിയാൽ ഈ കുറ്റകൃത്യം നിലനിൽക്കുമോ എന്ന് വിചാരണ വേളയിൽ പരിശോധിക്കട്ടെ എന്ന കാര്യമാണ് കോടതി തന്നെ അതിന് ഉത്തരമായി അല്ലെങ്കിൽ ഒരു നിരീക്ഷണമായി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇതിൽ ഒരു ജാമ്യം നൽകാൻ കോടതി തീരുമാനിച്ചാൽ അന്വേഷണ ഏജൻസിയുടെ വാക്കുകൾ കൂടി മുഖവിലേക്ക് എടുക്കുക എന്നത് സ്വാഭാവികമാണ്. കാരണം അവർ പറയുന്നു കർശനമായ ജാമ്യവ്യവസ്ഥകൾ വെക്കണമെന്ന് പറഞ്ഞാൽ അത് കോടതി അംഗീകരിക്കുകയാണ് ചെയ്യുക. കോടതി ആ കർശനമായ ജാമ്യവ്യവസ്ഥ തന്നെ മുന്നോട്ട് വയ്ക്കും. അതിൽ 7 ജാമ്യവ്യവസ്ഥകളുണ്ട്. 7-ൽ 6 സ്വാഭാവികമായ ജാമ്യവ്യവസ്ഥകളാണ്. അതിൽ ഒരൊറ്റ കാര്യം മാത്രമാണ് നമുക്കൊരു പക്ഷേ കർശനമായ ജാമ്യവ്യവസ്ഥ എന്ന് നമുക്ക് തോന്നുക. അത് മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്നും കേസിനെ പറ്റി പൊതുമധ്യത്തിൽ സംസാരിക്കരുത്, പ്രതികരിക്കരുത് എന്ന കാര്യവുമാണ്. കാരണം ജാമ്യവ്യവസ്ഥ ഏതെങ്കിലും ഒന്ന് ലംഘിച്ചാൽ അന്വേഷണ ഘട്ടത്തിലിരിക്കുന്ന ഒരു കേസിൽ ജാമ്യം റദ്ദാക്കാൻ വേണ്ടി അന്വേഷണ ഏജൻസിക്ക് വീണ്ടും അതേ കോടതിയെ സമീപിക്കാം. അത്തരമൊരു സാഹചര്യം ഉണ്ടാകരുത് എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ മാധ്യമങ്ങളോട് സംസാരിക്കാത്തത്. അത്രയും കരുതൽ ആ കന്യാസ്ത്രീകളും അവർക്കൊപ്പമുള്ളവരും ഈ ഘട്ടത്തിൽ കാണിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. മറ്റ് NIA കോടതി മുന്നോട്ട് വെച്ച മറ്റ് ജാമ്യവ്യവസ്ഥകൾ സാധാരണ ഏതൊരു ജാമ്യവ്യവസ്ഥയിലും മുന്നോട്ട് വയ്ക്കുന്ന സാധാരണ ജാമ്യവ്യവസ്ഥകളായി തന്നെ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. കാരണം ഏതൊരു ജാമ്യവ്യവസ്ഥയിലും അത് പ്രത്യേകിച്ചും ഇത് ഈ 10 വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിക്കാവുന്ന. ശ്യാമിലേക്ക് ഞാൻ തിരിച്ചെത്താം. ആദിൽ പാലൂടിലേക്ക് പോവുകയാണ്. അതിൽ കന്യാസ്ത്രീകൾ ഇപ്പോൾ എവിടെയാണ്? എന്താണ് ഏറ്റവും പുതിയ വിവരം?